നല്ല പടം നല്ല പടം. പ്രതീക്ഷയില്ലാതെ വന്ന് വലിയ ഒരു പ്രതീക്ഷയാണ് പടം. ഗർ എന്ന് പറയുന്നത് സൂപ്പർ കാര്യം. നമ്മളെ മലയാള സിനിമയ്ക്ക് ഏറ്റവും കൂടുതൽ അഭിമാനിയും കാര്യം. ഇപ്പോൾ എല്ലാ പടങ്ങളും നല്ല സിനിമകളാണ് ഇപ്പോൾ ഇറങ്ങുന്നത്. നല്ല തിരക്കഥയാണ്, നല്ല തിരക്കഥ. അതുപോലെ നമ്മളെ തിരുവനന്തപുരത്തുള്ള നടന്നിട്ടുള്ള ഒരു സംഭവമാണ് നമ്മുടെ മ്യൂസിയത്തുള്ളത്. എല്ലാ കുട്ടികൾക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെടും. നമ്മളെ കുടുംബ പ്രേക്ഷകർ വന്നിരുന്ന് കണ്ടു കഴിഞ്ഞാൽ കയ്യടിയോടുകൂടി നല്ല ചിരിക്കാനും നല്ല രസമുണ്ട്. നല്ല അടിപൊളി പടം. പിന്നെ കുഞ്ചാക്കോവൻ എന്ന് പറഞ്ഞാൽ കുഞ്ചാക്കോവന് ചോക്ലേറ്റ് ബോയ് മാത്രമേ, കുഞ്ചാക്കോവന് നല്ല ക്യാരക്ടർ വേഷവും പുള്ളി ചെയ്തിട്ടുണ്ട്, നല്ലോണം ചെയ്തിട്ടുണ്ട്. പിന്നെ സുരാജ് വെഞ്ഞാറമൂടിൻ്റെ ഒരുപാട് നാളുകൾക്ക് ശേഷം ഇപ്പോൾ ഒരു വൻ തിരിച്ചു. സുരാജാണ് നല്ലൊരു വേഷം ചെയ്തിട്ടുണ്ട്, അടിപൊളിയായിട്ട്. സുരാജാണ് പൊളി, അടിപൊളിയായിട്ടുണ്ട്. കുഞ്ചാക്കോവന് നല്ല കോമ്പ, നല്ല കട്ടക്കി നിൽക്കുകയാണ്. സൂപ്പറാ പടം, സൂപ്പറാ. ഒന്നും പറയും എന്താ ഇല്ല പടം അങ്ങനെയൊന്നും പറയാൻ നമ്മൾ തെറ്റ് പറയാനായിട്ടൊന്നുമില്ല. ആ കാര്യം പൊളി. കാര്യം നമ്മൾ കണ്ടറിയിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ കാണണം, നമ്മൾ കണ്ടാലുള്ള കാര്യം പടം വിജയിക്കും കേട്ടോ, ഉറപ്പായിട്ടുള്ള കാര്യം. കാര്യം കുഞ്ചാക്കോവനും സുരാജ് വെഞ്ഞാറമൂടിയുള്ള കോമ്പോ സൂപ്പറായിരുന്നു. പടം സൂപ്പറാ. പക്ഷെ നായിക എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്കിപ്പോൾ ഇത്രയും സിനിമ കണ്ടതിൽ എനിക്ക് നായകന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആരും എനിക്ക് അറിഞ്ഞുകൂടാ. പടം കൊള്ളാം, നന്നായിട്ടുണ്ട്. കാരണം ഏച്ചു കെട്ടിയ കോമഡി ഒന്നുമല്ല, വളരെ സിറ്റുവേഷണൽ കോമഡീസ് ഉണ്ട്. പിന്നെ ഫയർഫോഴ്സ് അങ്ങനെയുള്ള സംവിധാനത്തിൻ്റെ ഇമ്പോർട്ടൻസ് ഒരു ബോധവൽക്കരണം പോലെ ഈ സിനിമയെ കൊണ്ടുവരുന്നുണ്ട്, ബോറടിപ്പിക്കാത്ത രീതിയിൽ. പിന്നെ കുഞ്ചാക്കോവനും മറ്റേ സുരാജ് വെഞ്ഞാറമൂടും ഒക്കെ വളരെ നാച്ചുറലായിട്ട് അവരുടെ ഒരു ജെനുവിൻ ആളുകൾ ആഗ്രഹിക്കുന്ന ഒരു കഥാപാത്രം. സുരാജ് ഇതുപോലത്തെ കുറെ കോമഡി ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നന്നായിട്ടുണ്ട്. നല്ല സാധനം, നല്ലൊരു ലവ് സ്റ്റോറി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഇത് നല്ല അഭിനേതാക്കൾ, വളരെ കഴിവുള്ള അഭിനേതാക്കൾ, അവരുടെ എല്ലാ നല്ല പെർഫോമൻസും എല്ലാവരും ഒരു ആർട്ടിസ്റ്റോടും മോശമായെന്ന് പറയാനില്ല. എല്ലാവരും ബെസ്റ്റ്. അത് മാത്രമല്ല കുട്ടികൾക്കെല്ലാം നല്ല എന്റർടൈനറുമാണ്. നന്നായിട്ടുണ്ട്, കുഴപ്പമില്ല. എനിക്ക് തോന്നുന്നത് നന്നായിട്ട് 100 ദിവസം ഓടാനുള്ള സാധ്യതയുണ്ട് വൺസ് ക്ലിക്കായാൽ. പടം നല്ല സിനിമയായിരുന്നു. കുഞ്ചാക്കോവന്റെയും സുരാജ് വെഞ്ഞാറമൂടിന്റെ ഒരു കോമ്പിനേഷൻ നല്ല പടത്തിന്റെ നല്ല പാട്ടൊക്കെ നല്ല രീതിയിൽ കൊള്ളായിരുന്നു. അല്ലേ, ഫുൾ കോമഡിയാണ്. കോമഡി പിന്നെ അവിടെ അകപ്പെട്ട് പോണ സിംഗത്തിന്റെ മടയിൽ ഇതിന്റെ ഒക്കെ കുറേയൊക്കെ കുഞ്ചാക്കോവന്റെ ഈ അതിൽ വേറെയും കഥാപാത്രങ്ങളുണ്ട്, മറ്റു കഥാപാത്രങ്ങളൊക്കെ. ഗ്രാഫിക്സ് വർക്കൊക്കെ കൊള്ളാം, നല്ല ചെയ്തിട്ടുണ്ട്, നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പടം കുഴപ്പമില്ല, കോമഡീസ് ഒക്കെ ഉണ്ട്. സുരാജന്റെയും ചാക്കോച്ചന്റെയും കോമ്പിനേഷൻ കൊള്ളാം, നൈസായിരുന്നു. എങ്ങനെയുണ്ടാ സിംഹമൊക്കെ വന്നപ്പോഴത്തേക്ക്? അങ്ങനെ കുഴപ്പമില്ല, രസമായിട്ട് ചെയ്തിട്ടുണ്ട്. പടം കൊള്ളാം. എന്താണ് ഇഷ്ടപ്പെട്ടെന്തോ പടത്തില്? ഇഷ്ടപ്പെട്ടെന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്തുള്ള കോമഡി തന്നെയാണ്. സിംഗത്തിൻ്റെ ഇഷ്ടപ്പെടുത്താനുള്ള ഒരു വ്യഗ്രത, ഫീല്, ഒറിജിനാലിറ്റിയിലോ ഫീലൊക്കെ തോന്നുന്നുണ്ട്. കൊള്ളാൻ കുഴപ്പമില്ലായിരുന്നു. എങ്ങനെയുണ്ടാ സുരാജിന്റെ ഒരു കോമഡി ട്രാക്ക് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? സുരാജ് അത്ര കോമഡി അല്ലെങ്കിലും എന്നാലും നോർമൽ ആയിട്ടുള്ളതാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു, മറ്റുള്ള ഓഡിയൻസിന്റെ കാര്യം അറിയത്തില്ല. സിംഹമൊക്കെ ഒരു ക്യാരക്ടറായിട്ട് വന്നപ്പോഴത്തേക്ക് എങ്ങനെയുണ്ടായിരുന്നു? അത് കൊള്ളാം. സിനിമയാണ്, ഭയങ്കര കോമഡി പ്രതീക്ഷിച്ചാരും വരുന്നത്. കുഴപ്പമില്ലാതെ കണ്ടിരിക്കാം, ഫാമിലി ഓഡിയൻസിന് പറ്റിയ. എന്താണ് ഇഷ്ടപ്പെട്ട എന്താണ് പടത്തിലെ ഒരു? എല്ലാവരും ആക്ടിങ് കുഴപ്പമില്ല, ഗ്രാഫിക്സ് ഒന്നും നമുക്ക് അങ്ങനെ കുറ്റമായിട്ട് പറയാനൊന്നും. സുരാജിന്റെ ഒരു കോമഡി ട്രാക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? ഫുൾ നമ്മുടെ പഴയ സുരാജ് സ്റ്റൈലൊന്നും അല്ല, എന്താണ് ഇഷ്ടപ്പെട്ട എന്തോ കോമഡി ഉള്ള ത്രൂഔട്ട് കോമഡി ഉണ്ട്, ചിരിക്കാൻ പറ്റും, കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെടും, നന്നായിട്ട് ഇഷ്ടപ്പെടും. നല്ല പടം, നല്ല കോമഡി ഉള്ള, നല്ല ഫാമിലി ഫ്രണ്ട്ലി ആയിട്ടുള്ള നല്ല പടമാണ്. എല്ലാവരും കാണാൻ പറ്റിയൊരു പടമാണ്. എടുത്തു പറയാനുള്ള എന്താണ്? എടുത്തു പറയാൻ സുരാജേട്ടനും ചാക്കോച്ചനും, പിന്നെ പുതിയ പുതുമുഖങ്ങളൊക്കെ, ശശി, എല്ലാവരും നല്ല. സുരേഷിന്റെ ഒരു തിരിച്ചുവരവ് തന്നെയാണ്, കോമഡി തിരിച്ചുവരവ് തന്നെ.